നമസ്കാരം. ശ്വാസമുട്ട്, ആസ്തമ പോലുള്ള ശ്വാസകോശ രോഗങ്ങൾ എങ്ങനെയാണ് മാറ്റുക? നമ്മുടെ സുജക് തെറാപ്പിയിലൂടെ എങ്ങനെ മാറ്റാണെന്ന് നോക്കാം. മരുന്ന് വേണ്ട, ആസ്പത്രിയിലൊന്നും പോകണ്ട. അപ്പം നമുക്കൊരു ഇതിനെ കുറയ്ക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അതാണ് നമ്മുടെ സുജക് തെറാപ്പി. കയ്യിലാണ് ചികിത്സ. കയ്യിൻ്റെ ഈ ഭാഗമാണ് ഹാർട്ടിൻ്റെ ഭാഗം. അതിൻ്റെ തൊട്ടടുത്താണ് ലങ്സ്. ഇത് തലയുടെ ഭാഗം. ഈ ലങ്സിൽ നിന്നാണ് നമ്മൾ മുഴുവനും പ്രവർത്തിക്കുന്നത്. കയ്യൊരു റിമോട്ട് പോലെയാണ് അപ്പോൾ പ്രവർത്തിക്കുന്നത്. ശരിക്കും ലങ്സിൻ്റെ ഭാഗം നിങ്ങൾക്ക് ഇവിടെ നിന്നും രണ്ട് തരം ബുദ്ധിമുട്ടുകളാണ് ഉള്ളത് ശ്വാസം മുട്ടൽ. ഒന്നുകിൽ ശ്വാസം ഉള്ളിലേക്ക് വലിക്കാനുള്ള ബുദ്ധിമുട്ട്, പുറത്തേക്ക് വിടാനുള്ള ബുദ്ധിമുട്ട്. ഉള്ളിലേക്ക് വലിക്കാനുള്ള ബുദ്ധിമുട്ട് ആണ് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഇതുപോലുള്ള പേനയോ അല്ല ടൂളോ എടുക്കുക. അതിൽ നിന്ന് ഉള്ളിലേക്ക് വരാനുള്ളതിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ശരിക്കും അമർത്തിയിട്ട് ചെയ്യാൻ കുഴപ്പമില്ല. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം, ശരിയായിട്ട് ഇങ്ങനെ ഒരു വിഷമം കാണും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അതിങ്ങനെ ചെയ്ത് കൊടുക്കുക. ദിവസം 2 പ്രാവശ്യങ്ങളും ചെയ്യേണ്ടി വരും. ഒരാഴ്ചയോളം നമുക്ക് സമയമുള്ളപ്പോൾ ചെയ്യാം. ഇപ്പം തന്നെ ചെയ്യണമെന്നില്ല. ഇങ്ങനെ ഉള്ളിലേക്കാണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു സീഡ്സ് ഉണ്ട്. സീഡ്സ് എന്ന് വെച്ചാൽ കുരുക്കൾ, നമ്മൾ വിത്തുകൾ നമുക്ക് ഒട്ടിച്ച് വെക്കാം. വേണമെങ്കിൽ മത്തങ്ങയുടെയും തണ്ണിമത്തൻ്റെയും വിത്തുകൾ നമുക്കൊരു ടാപ്പിലിട്ടിട്ട് ഈ ഭാഗത്ത്, ഈ ലങ്സിൻ്റെ ഭാഗത്ത് ഒട്ടിച്ച് വയ്ക്കാം. അതാണ് ഈ സീഡ് തെറാപ്പിയിൽ വരുന്നത്. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഉള്ളിലേക്ക് വലിച്ച ബുദ്ധിമുട്ട് ഇല്ല, പുറത്തേക്ക് വിടാനാണ് ബുദ്ധിമുട്ടെങ്കിൽ നമുക്ക് ഇവിടെ അത് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഈ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഈ വിരലിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ചുറ്റും ഇവിടെ നിന്നും ഒരു ലൈനായിട്ട് ഒരു 3-4 മിനിറ്റോളം 5 മിനിറ്റോളം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം, ശ്വാസം ഫ്രീ ആയിട്ട് വരുന്നതിൻ്റെ ഒരു ചെറിയ ഫീലിംഗ് ഉണ്ടാവും. അപ്പം നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ദിവസവും കാലത്തും വൈകിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അതിന് കുറയാം. പിന്നെന്താണെന്ന് വെച്ചാൽ, ഇവിടെ മറ്റേ ഉള്ളിലേക്ക് വലിക്കുന്നതിന് മത്തങ്ങയുടെ സീഡ് പറഞ്ഞില്ലേ, തണ്ണിമത്തണ്ട, പുറത്തേക്ക് വിടുന്നതിന് ബുദ്ധിമുട്ടാണെങ്കിൽ പയറിൻ്റെ വിത്ത്, പയറും പിന്നെ ബീൻസിൻ്റെ വിത്തുകൾ ഈ ഭാഗത്ത് ടാപ്പിൽ ഒട്ടിച്ചിട്ട് ഇതിൽ ഒട്ടിച്ച് വയ്ക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഈ ശ്വാസം മുട്ടിനുള്ളത്. ഇനി അടുത്തുള്ള ഈ സെക്കൻഡ് പാർട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഇതിൻ്റെ നീഡിൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് പറയാം. പിന്നെ ഒരു സിമ്പിൾ മെത്തേഡും കൂടിയുണ്ട്. റബ്ബർ ബാൻഡ് എടുക്കുക. റബ്ബർ ബാൻഡ് അതിൻ്റെ ഈ വിരലിൻ്റെ ഈ ലൈനിൽ അവിടെ ഒന്ന് ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക. ടൈറ്റായിട്ട് നിങ്ങൾ അതിലിട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ടൈറ്റായിട്ട് ഇട്ടിട്ട് പിന്നെ എടുത്ത് കളയാം. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അതിലിട്ട് കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഈ ശ്വാസം മുട്ടിനൊക്കെ ചെറിയ ഒരു ഇതുണ്ടാവും. നിങ്ങൾ കണ്ണിയായി ചെയ്യുമ്പോൾ നല്ലൊരു ഫീലിങ്ങും, നല്ല ഹാർട്ടിന് തന്നെ, ഇത് ഹാർട്ടിൻ്റെ ഭാഗമായതുകൊണ്ട് അതിനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനൊരു സമാധാനം കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.